വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് ഫസ്റ്റ് ഓൺ റിപ്പോർട്ട്. CPI മലപ്പുറം ജില്ലാ സമ്മേളനത്തിൽ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന് വിമർശനം. MV ഗോവിന്ദന്റെ RSS പരാമർശം നിലമ്പൂരിൽ തിരിച്ചടിയായി. പരാമർശം മുസ്ലിം വോട്ടുകൾ ഏകീകരിക്കാൻ വഴിയൊരുക്കിയെന്നാണ് പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള പൊതുചർച്ചയിലെ വിമർശനം. അഷ്കർ അലി കരിമ്പയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അഷ്കർ അലി കരിമ്പ, അന്ന് തന്നെ വലിയ ചർച്ചാ വിഷയമായിരുന്നതാണ്. CPM-ലെ പല നേതാക്കൾക്കും ഈ വിഷയത്തിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ CPI-യുടെ മലപ്പുറം ജില്ലാ സമ്മേളനത്തിലും MV ഗോവിന്ദൻ മാഷിന്റെ RSS പരാമർശം ഇപ്പോൾ ചർച്ചാ വിഷയമായിരിക്കുകയാണോ അഷ്കർ അലി കരിമ്പ? അരുൺ, ഗുഡ് മോർണിംഗ്. വലിയ വിമർശനമാണ് ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നത് അരുൺ. കാരണം കഴിഞ്ഞ ദിവസം CPI ജില്ലാ സെക്രട്ടറി അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിലാണ് നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ഫലത്തിന് കാരണമായ അല്ലെങ്കിൽ നിലമ്പൂർ പരാജയത്തിന് കാരണമായ കാര്യങ്ങൾ എണ്ണി പറഞ്ഞത്. അതിൽ ഏറ്റവും പ്രധാനമായി ഉയർത്തിയിരിക്കുന്ന ഒരു വിമർശനമാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെതിരെയുള്ള വിമർശനം. അഥവാ ആ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണം കടുത്ത ദിവസങ്ങളിലാണ് ഒരു ചാനൽ നൽകിയ അഭിമുഖത്തിൽ ഇത്തരത്തിൽ MV ഗോവിന്ദൻ ഒരു വിവാദ പ്രസ്താവന നടത്തുന്നത്. ആ പ്രസ്താവന പിന്നീട് UDF ഏറ്റുപിടിക്കുകയും വലിയ ആയുധമാക്കുകയും ചെയ്തു. സ്വാഭാവികമായും നിലമ്പൂർ അത് വലിയ തിരിച്ചടിക്ക് വഴിവെച്ചു എന്നുള്ളതാണ് CPIയുടെ മലപ്പുറം ജില്ലാ സമ്മേളനത്തിലെ പ്രവർത്തന റിപ്പോർട്ടിൽ പറയുന്നത്. ആ ഒറ്റ പ്രസ്താവനയോടുകൂടി തന്നെ മുസ്ലിം വോട്ടുകൾ ഏകീകരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അത് UDFന് അനുകൂലമായി പോൾ ചെയ്യുകയും ചെയ്തു. സ്വാഭാവികമായും അത് തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കുകയും പരാജയത്തിലേക്ക് വഴിവെക്കുകയും ചെയ്തു എന്നുള്ളതാണ് CPI ജില്ലാ സെക്രട്ടറി അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിൽ പറയുന്നത്. ഭരണവിരുദ്ധ വികാരമടക്കം പല കാര്യങ്ങളും നിലമ്പൂർ പരാജയത്തിന് കാരണമായി CPI ജില്ലാ സെക്രട്ടറി പ്രവർത്തന റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു. അതിനോടൊപ്പമാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നടത്തിയ പരാമർശങ്ങൾ കൂടി വലിയ തോതിൽ തിരിച്ചടിയായി നിലമ്പൂരിൽ CPM സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുന്നതിന് വഴിവെച്ചു എന്നുള്ള കാര്യത്തിൽ വിമർശന വിധേയമായി ഉന്നയിച്ചിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ PV അൻവറിനെ വിലയിരുത്തുന്നതിൽ പാർട്ടിക്ക് ഇല്ലെങ്കിൽ മുന്നണിക്ക് വലിയ തോതിൽ പരാജയപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. PV അൻവറിനെ മനസ്സിലാക്കാനോ ഇല്ലെങ്കിൽ അത് വിലയിരുത്തി കൃത്യമായി പ്രതിരോധിക്കാനോ മുന്നണി നേതൃത്വത്തിന് സാധിച്ചില്ല. മാത്രമല്ല തെരഞ്ഞെടുപ്പ് ചുമതല ഉണ്ടായിരുന്ന സ്ഥാനാർത്ഥിയും സ്വരാജിനെ അവസാന ഘട്ടത്തിൽ സ്ഥാനാർത്ഥിയാക്കിയതോടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ തന്നെ ബാധിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതെല്ലാം തന്നെ നിലമ്പൂരിൽ പരാജയത്തിന് വഴിവെച്ചു. ഏറ്റവും പ്രധാനമായത് ഒന്ന് ഭരണവിരുദ്ധ വികാരം, രണ്ടാമത്തേത് CPM സംസ്ഥാന സെക്രട്ടറിയുടെ RSSുമായി ബന്ധപ്പെടുത്തിയുള്ള പരാമർശമാണ് എന്നതാണ് ഉന്നയിക്കപ്പെട്ട വിമർശനം. അരുൺ.